എല്ലാ കുട്ടികൾക്കും മറ്റൊരു സേ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം. സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് നിന്ന് പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അടിപൊളിയായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാവൂ എന്നുള്ളതല്ല, നല്ല രീതിയിൽ കൂടെ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒത്തിരി കുട്ടികൾ 2-3 സബ്ജക്റ്റുകൾ എഴുതാനുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഓരോ മിനിറ്റും ഓരോ ദിവസത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പഠിച്ചോണം. അല്ലാതെ ഞാൻ ഇന്നത്തേത് ഒത്തിരി പഠിച്ചു, ഇനി ഞാൻ ഇന്ന് പഠിക്കില്ല എന്നുള്ള വിചാരം മാറ്റി നിർത്തി ഇന്ന് എത്രത്തോളം പഠിച്ചത് നോക്കണ്ട, എപ്പോൾ സമയം കിട്ടുന്നോ പഠിച്ചോണം. 3 സബ്ജക്റ്റും 2 സബ്ജക്റ്റൊക്കെ ഉള്ളത്. കാരണം ഈ രീതിയിൽ കൂടെ നമുക്കൊരു ചാൻസ് ഒരു വർഷം നമ്മുടെ നഷ്ടപ്പെടാതെ ഉള്ളതിനുള്ളൊരു അവസരമാണ്. നാട്ടിലൊക്കെ എല്ലാവരും ചോദിക്കും ജയിച്ചോടാ എന്നൊക്കെ പറയാം. ഇപ്പോൾ അല്ലേ, ഒത്തിരി കുട്ടികൾ റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. പലരും ചിലപ്പോൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവും, ചില തോറ്റിട്ടുണ്ടോ എന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞവരോട് നമുക്ക് തിരിച്ച് പറയണം ഞാനിപ്പോൾ ജയിച്ചു ഓക്കെ എന്നുള്ള ആ പറച്ചിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തോ, അവരറിയണ്ട, ജയിച്ചിട്ട് അവരത് മുന്നിലെത്തണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എടുക്കാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2i + 3j അല്ലെങ്കിൽ a + b എന്ന് എഴുതി പോവാം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b where a = i + 2j + 2k and b = 3i + 3j + k. ഓക്കെ, ഒരു മൈനസ് ഇടക്കട്ടെ ഇല്ലയോ, കുഴപ്പമില്ലല്ലോ. ഒരു മൈനസ് എല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് പോസിറ്റീവായാലെന്താ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b where a and b are given. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ കൂടെ പഠിക്കുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. മാക്സിമം ഷെയർ ചെയ്തേര്. നമ്മുടെ അനുഗ്രഹം ഈ ഷെയർ ചെയ്യുന്ന ഓരോ കുട്ടികളുടെയും നമ്മൾ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അനുഗ്രഹം ഉണ്ടാവും. കാരണം നമ്മുടെ ക്ലാസ് എല്ലാവരും കാണണമെന്നുള്ള ഇത് വേറെ ഒന്നും കൊണ്ടല്ല, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാക്സിമം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ കൂടെ എത്താൻ പറ്റുന്നെങ്കിൽ അതായിരിക്കുമല്ലോ നമ്മളുടെ ഒരു സന്തോഷം. അതിനുവേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഇത്രയും ചെയ്താൽ മതി മോനെ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b. അപ്പോൾ നമ്മൾ a + b കണ്ടുപിടിക്കണം ഇല്ലേ. a + b അങ്ങോട്ട് കണ്ടുപിടിക്കാം. എയും ബി ഉള്ള സ്ഥിതിക്ക് രണ്ടുകൂടെ കൂട്ടാനാണോ പാട്? നോക്കിക്കോണേ, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നോക്കിക്കോണേ, ശ്രദ്ധിച്ചിരിക്കണം. ഇതങ്ങോട്ട് പ്ലസ് ചെയ്യണം. വേണ്ട, a + b. ഐയും 3i ചേർന്നാൽ 4i, 2jയും 3j ചേർന്നാൽ 5j, 2k + 1k. പക്ഷേ ആ 1kക്ക് മൈനസ് ആ മോനെ. ഇത് പ്ലസ് ആയിരുന്നുവെങ്കിൽ 2k + 1k 3k, ശരിയല്ലേ? പക്ഷേ മൈനസ് ചെയ്യുമ്പോൾ കുറയത്തില്ലേ മോനെ. 2k - 1k വെറും 1k പ്ലസ്സാണ്. ഇതാണ് നമ്മുടെ a + b. കൃത്യമായല്ലോ. ഉടനെ തന്നെ മോഡുലസ് കണ്ടുപിടിക്കണം മോനെ. മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ് √ അങ്ങോട്ട് ഇടണം. 4ൻ്റെ സ്കോർ 16, 5ൻ്റെ സ്കോർ 25 + 1ൻ്റെ സ്കോർ 1. എല്ലാവർക്കും മനസ്സിലാക്കി നോക്കിക്കേ. 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, കേടൂടെ ആരുമില്ലെങ്കിൽ നമ്മുടെ ദൈവമുണ്ട് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ആൻസർ ഇവിടെ നോക്കിക്കേ. 25ഉം 16 41 42. എപ്പോഴും പോസിറ്റീവ് എഴുതാവുള്ളൂ കേട്ടോ. ഇവിടെ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. ഇവിടെ കാണും നെഗറ്റീവ് ഉണ്ടാലും ഇവിടെ എല്ലാം പോസിറ്റീവ് തട്ടി വിട്ടേക്കണം കേട്ടോ. നെഗറ്റീവ് വരത്തേയില്ല. ഓക്കെ, തീർന്നു മോനെ. യൂണിറ്റ് വെക്റ്ററല്ലേ നമുക്ക് വേണ്ടത്. യൂണിറ്റ് വെക്റ്റർ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഈ കൂട്ടി കിട്ടിയവനുണ്ടല്ലോ, ഇവനെ പിടിച്ച് മണ്ടയ്ക്കോട്ട് ഒരൊറ്റ എഴുത്തങ്ങോട്ട് എഴുതണം. എന്ന് പറഞ്ഞാൽ 4i എഴുതുക, 5k എഴുതുക, 5j എഴുതുക, k എഴുതുക, √42 എഴുതുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഓടുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, തീർന്നു. ഇതാണ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b. ഫസ്റ്റ്ലി ഫൈൻഡ് a + b, ദെൻ ഫൈൻഡ് ദ യൂണിറ്റ് മോഡുലസ്, ദെൻ ഡിവൈഡിങ്. നമുക്ക് കിട്ടിയ a + b പിടിച്ച് മണ്ടയ്ക്ക് എഴുതുക, മോഡുലസ് കൂടെ കിട്ടിയ √നെ പിടിച്ച് താഴെ എഴുതുക, പരിപാടി നിർത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതി കൂടെ അല്ലേ നമ്മൾ തന്നത്. ഇതിപ്പോൾ റെഗുലർ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇങ്ങനെയും ഇച്ചിരൂടെയൊക്കെ സ്പീഡ് വേണം പറയാം, ഇച്ചിരൂടെയൊക്കെ രീതി. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. ആർക്കും പഠിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ നല്ല പോലെ ഈ വർഷം തന്നെ എല്ലാം തകർത്ത് മുന്നേറണം. ഗുഡ് ബൈ.